പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും TH മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗങ്ങളിലായി നാം ധ്യാനം എന്താണെന്നും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ആഴത്തിൽ പഠിച്ചു. ഇപ്പോൾ യേശു പഠിപ്പിച്ച മാർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ ശരീരത്തെയും മനസ്സിനെയും ധ്യാനത്തിലൂടെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രായോഗിക അഭ്യാസ രീതിയിലേക്ക് നാം കടക്കുന്നു. ധ്യാനം എന്താണ് എന്ന തിരിച്ചറിവിൽ നിന്ന് എങ്ങനെ ധ്യാനം ചെയ്യാം എന്ന പ്രായോഗിക അനുഭവത്തിലേക്ക്. ഈ ഭാഗത്തിൽ നാം പഠിക്കുന്നത് STR മെഡിറ്റേഷൻ എന്ന പ്രായോഗിക ധ്യാന രീതിയാണ്. STR മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യാം എന്ന് നോക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യങ്ങൾ നാം മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്, STR എന്താണ്? STR എന്നത് സൗണ്ട് ടച്ച് റിതം അഥവാ ശബ്ദം, സ്പർശം, ലയം എന്നതാണ്. ഈ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് സ്ഥിരതയോടെ ഉപയോഗിച്ച് മനസ്സിനെ ശാന്തമാക്കുകയും ശ്രദ്ധയെ ഏകാഗ്രമാക്കുകയും ചെയ്യുന്ന ഒരു ലളിതവും ശക്തവുമായ ക്രിസ്ത്യൻ ന്യൂറൽ മെഡിറ്റേഷൻ രീതിയാണ് STR. ഇപ്പോൾ STR മെഡിറ്റേഷൻ രീതിയുടെ ഹൃദയഭാഗം നോക്കാം. ഒരേ ശബ്ദം, സൗണ്ട്, മനസ്സിനെ ഒരു ദിശയിൽ നിർത്തുന്നു, ഓഡിറ്ററി ഫോക്കസ്. ഒരേ സ്പർശം, ടച്ച്, ശരീരബോധം സൃഷ്ടിക്കുന്നു, സെൻസറി ഗ്രൗണ്ടിങ്. ഒരേ ലയം, റിഥം, മസ്തിഷ്ക പ്രവർത്തനത്തെ ഒരു സ്ഥിരതയിലേക്ക് ഒത്തുചേരിക്കുന്നു. ന്യൂറൽ സിങ്ക്രൊണൈസേഷൻ. ഇവയെ മാറ്റമില്ലാതെ തുടർച്ചയായി നിലനിർത്തുക. ഇതാണ് ഈ രീതിയുടെ മുഖ്യ സിദ്ധാന്തം. അപ്പോൾ ഒരു ചോദ്യം: ഈ മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ചിന്തകളുടെ തിരക്ക് പതുക്കെ കുറയുന്നു. മനസ്സ് പ്രസന്റ് മൊമെന്റിലേക്ക് വരുന്നു. ശ്രദ്ധ ചിതറാതെ ഒരിടത്ത് നിൽക്കാൻ തുടങ്ങുന്നു. വളരെ ലളിതമായി പറഞ്ഞാൽ STR സമം ശബ്ദം, സ്പർശം, ലയം. ശാന്തമായ മനസ്സ് പ്ലസ് ഏകാഗ്രമായ ശ്രദ്ധ. അതിനാൽ STR ധ്യാനം എന്നത് ശ്രദ്ധയെ ചിതറലിൽ നിന്ന് സമാഹരിച്ച് ശബ്ദം, സ്പർശം, ലയം എന്നിവയുടെ സഹായത്തോടെ മനസ്സിനെ സ്വാഭാവികമായ ശാന്തതയിലേക്കും ഏകാഗ്രതയിലേക്കും നയിക്കുന്ന ഒരു സമന്വയ ധ്യാന മാർഗമാണ്. STR സങ്കീർണമായ ഒന്നല്ല. പക്ഷേ ശരിയായി അഭ്യസിച്ചാൽ ഇതിൻ്റെ ആത്മീയ ഫലങ്ങളിലേക്ക് ഞാൻ ഇവിടെ കടക്കുന്നില്ല. ശാസ്ത്രീയമായി പറഞ്ഞാൽ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിലും നിരവധി പങ്കെടുത്തവരുടെ അനുഭവങ്ങളെയും അടിസ്ഥാനമാക്കി പറയട്ടെ, ഏകദേശം 2 മാസം സ്ഥിരമായി അഭ്യസിച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകമായ ആന്തരിക സ്പന്ദനബോധം, ചിലർ അതിനെ ബ്രെയിൻ വൈബ്രേഷൻ എന്ന് വിവരണം ചെയ്യാറുണ്ട്, നിങ്ങൾക്ക് അനുഭവപ്പെടാം. സ്നേഹമുള്ളവരെ, STR ധ്യാനം അഭ്യസിക്കുന്നതിന് മുമ്പ് മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം, ധ്യാനിക്കാൻ വരുമ്പോൾ നാം നേരിടുന്ന പ്രധാന വെല്ലുവിളി ഒരു വശത്ത് ശരീരം തരുന്ന അവസ്ഥകളും മറ്റൊരു വശത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളുടെ അതിരുവിട്ട പ്രവാഹവുമാണ്. എന്നാൽ പ്രധാന പ്രശ്നം ചിന്തകളുടെ എണ്ണമല്ല, ചില ചിന്തകളുടെ ആവർത്തനമാണ്. ഈ ആവർത്തനം നമ്മുടെ മനസ്സിൽ ഒരു മെന്റൽ തിക്നെസ്, കട്ടി സൃഷ്ടിക്കുന്നു. അതിലൂടെ മനസ്സിന്റെ സ്വാഭാവിക
നിശബ്ദത നഷ്ടപ്പെടുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ധ്യാനാന്തരീക്ഷത്തിലേക്ക് വരുത്തി ചഞ്ചലമായ മനസ്സിനെ ഒരു പരിധിവരെ നിശ്ചലമാക്കാനും ധ്യാനം തടസ്സപ്പെടാതെ മുന്നോട്ട് പോകാനും നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുന്ന രണ്ട് സഹായകരമായ ഉപകരണങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒരു ബൗദ്ധിക ഉപകരണം ബോഡി സപ്പോർട്ട്, ഒരു മാനസിക ഉപകരണം മൈൻഡ് സപ്പോർട്ട്. ഇവ രണ്ടും ചേർന്നാൽ ധ്യാനം തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. ഒന്നാമത്തേത് ഫിസിക്കൽ ഡിവൈസ് അഥവാ ഭൗതിക ഉപകരണം. ധ്യാനം എന്ന് കേൾക്കുമ്പോൾ മിക്കവർക്കും അതൊരു വലിയ ബേർഡൻ ആയി അനുഭവപ്പെടാറുണ്ട്. പലർക്കും ചിന്തകൾ മാത്രമല്ല അലച്ചിൽ ഉണ്ടാക്കുന്നത്. ധ്യാനത്തിനായി ഇരിക്കുമ്പോൾ തന്നെ വേഗം അവസാനിപ്പിക്കണമെന്ന തോന്നൽ വരും. എന്നാൽ ധ്യാനം വളരെ എളുപ്പമാക്കാൻ നമുക്ക് കഴിയും. അതിനാദ്യമായി നമുക്ക് വേണ്ടത് 500 ബീഡ്സ് അടങ്ങിയ ഒരു മാലയാണ്. നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതൊരു സാധാരണ മാലയല്ല. ഇത് ഉപയോഗിച്ച് എത്ര സമയം വേണമെങ്കിലും നമുക്ക് ധ്യാനം ചെയ്യാൻ കഴിയും. കാരണം ഇത് ശരീരത്തെയും മനസ്സിനെയും ഒരേ ലയത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഉപകരണമാണ്. ശരീരത്തെ മനസ്സുമായി ബന്ധിപ്പിച്ചു നിർത്തുന്ന ഒരു ആങ്കർ അഥവാ നങ്കൂരമാണ് ഈ 500 ബീഡ് മാല. മാത്രമല്ല, ധ്യാനത്തിനിടയിൽ വരുന്ന ഉറക്കം സ്ലീപ്പ് എന്ന തടസ്സത്തെയും ഇത് കുറയ്ക്കുന്നു. അതിലുപരി ഇതൊരു സമയമാഭിനിയായി ടൈമർ കൂടി ആയി പ്രവർത്തിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായി ഒരു ചോദ്യം ഉണ്ടാകാം, എന്തുകൊണ്ട് 500 ബീഡ്സ്? 100 അല്ലെങ്കിൽ 200 മതിയായില്ലേ? ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 100 അല്ലെങ്കിൽ 200 ബീഡ്സ് ഉള്ള ഒരു മാല ഉപയോഗിക്കുമ്പോൾ അത് വളരെ വേഗത്തിൽ തീരും. മാല തീർന്നാൽ ഒരു ചെറിയ ഇടവേള ഉണ്ടാകും. ആ ഇടവേളയിൽ മനസ്സ് വീണ്ടും ചിന്തകളിലേക്ക് തിരിയും. അങ്ങനെ ധ്യാനത്തിൻ്റെ ഫ്ലോ തകരും. പക്ഷേ 500 ബീഡ്സ് ഉള്ള മാല ഉപയോഗിക്കുമ്പോൾ ധ്യാനം ദീർഘവും തടസ്സമില്ലാത്ത ഒരു പ്രവാഹമായി മാറുന്നു. ഇത് ഒരു നാച്ചുറൽ ടൈമർ പോലെ പ്രവർത്തിക്കുന്നു. സമയം നോക്കേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് പുതിയ വിക്ഷേപങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകില്ല. സാധാരണയായി ഒരു സിറ്റിംഗ് ധ്യാനം എന്നത് 500 മണികളിലൂടെ ലയത്തോടുകൂടി നടക്കുന്ന സ്പർശ ചലന പ്രക്രിയയാണ്. 500 ബീഡ്സ് മാല പൂർത്തിയാക്കാൻ ഏകദേശം 35 മുതൽ 40 മിനിറ്റ് സമയമെടുക്കും. ഇത് വളരെ ചെറുതല്ല, വളരെ നീളവുമല്ല. ധ്യാനത്തിനായി ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഇപ്പോൾ നാം STR ധ്യാനത്തിലെ രണ്ടാമത്തെ പ്രധാന ഉപകരണത്തിലേക്ക് കടക്കുകയാണ്. മാനസിക ഉപകരണം, സേക്രഡ് വേർഡ്, ശബ്ദം. സ്വാഭാവികമായി ചോദിക്കാവുന്നതാണ്, ആവശ്യത്തിന് നമ്മെ ശല്യപ്പെടുത്തുന്ന ശബ്ദങ്ങൾ മനസ്സിൽ തന്നെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ധ്യാനത്തിൽ നാം ശബ്ദം ഉപയോഗിക്കുന്നത്? ഇതുതന്നെയാണ് ധ്യാനത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. മനസ്സ് സ്വാഭാവികമായി ചിന്തിക്കുന്നു. ഒരു ചിന്തയിൽ നിന്ന് മറ്റൊന്നിലേക്ക് അത് നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നു. ആ മനസ്സിനെ ബലമായി നിർത്താൻ ശ്രമിച്ചാൽ അത് കൂടുതൽ അലച്ചിലിലേക്ക് മാറുന്നു. ഇവിടെയാണ് STR ശാസ്ത്രീയമായി നമ്മെ സഹായിക്കുന്നത്. ഇത് മനസ്സിന്റെ പ്രവർത്തനങ്ങളെ ബലമായി നിർത്താൻ ശ്രമിക്കുന്നില്ല. പകരം ചിന്തകളെ നിയന്ത്രിക്കാൻ ശക്തിയും ദിശയും നൽകുന്ന ഒരു വാക്ക്,
മനസ്സിലേക്ക് നൽകാൻ നിർദ്ദേശിക്കുന്നു. നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സേക്രഡ് വേർഡ് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്നാൽ വാക്ക് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ചെറുതായിരിക്കണം, ഒപ്പം ശക്തിയും ദിശയും ഉള്ളതായിരിക്കണം. ഇതൊരു ക്രിസ്തീയ ദർശനത്തിൽ ആധാരമാക്കിയ ധ്യാന പഠനമായതിനാൽ ഈ മാനദണ്ഡങ്ങൾ പാലിച്ച് STRൽ ഞാൻ ഉപയോഗിക്കുന്നത് ജീസസ് 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 ദ വേ എന്ന ശക്തമായ മാനസിക ഉപകരണമാണ്. ഈ വാക്യത്തിൽ ജീസസ് എന്ന ശബ്ദം വളരെ ചെറുതാണ്, പക്ഷേ അത്യന്തം ശക്തിയുള്ളതാണ്. ജീസസ് ഒരു ശക്തിയാണ്. ഒരു നിമിഷം ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാക്കും. ഈ ശബ്ദം തന്നെ കേന്ദ്രവും ദിശയും നൽകുന്നു. ജീസസ് ദ വേ. ഇപ്പോൾ ഒരു ചോദ്യമുയരാം, എന്തുകൊണ്ട് ഇത് 3 പ്രാവശ്യം നമ്മൾ ആവർത്തിക്കുന്നു? പ്രിയമുള്ളവരെ, ശക്തിയും ദിശയുമുള്ള ഒരു വാക്ക് ആവർത്തിക്കുമ്പോൾ അത് നമ്മുടെ മനസ്സിന് ഒരു നങ്കൂരമായി പ്രവർത്തിക്കുന്നു. അലയുന്ന മനസ്സിന് തിരികെ വരാനുള്ള ഒരു കേന്ദ്ര ബിന്ദുവായി അത് മാറുന്നു. ഈ ആവർത്തനം ആന്റിറഹേസിസ് എന്നറിയപ്പെടുന്ന ഒരു പ്രക്രിയയാണ്. അതായത് ചിന്തയ്ക്ക് പകരം ചിന്ത, അനിയന്ത്രിതമായ ചിതറിയ ചിന്തകൾക്ക് പകരം ഒരു നിയന്ത്രിത ചിന്ത നൽകുന്നു. ഇതിലൂടെ ചിതറിയ ചിന്തകൾ കുറയുന്നു, ഒരേ ചിന്ത മാത്രം നിലനിൽക്കും. ജീസസ് 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 ദ വേ എന്ന ആവർത്തനം നടക്കുമ്പോൾ മറ്റ് ചിന്തകളുടെ വൈവിധ്യം കുറയുന്നു, മനസ്സിലെ തിരക്ക് കുറയുന്നു, മനസ്സ് പതുക്കെ ലളിതമാകുന്നു. ഇപ്രകാരം 3 പ്രാവശ്യമുള്ള ആവർത്തനം ശ്രദ്ധയ്ക്ക് സ്ഥിരത നൽകുന്നു, സ്റ്റെബിലൈസേഷൻ. ആദ്യത്തെ ശബ്ദം ജീസസ് നമ്മുടെ സർവൈവൽ സ്റ്റെബിലൈസേഷനെ സ്വാധീനിക്കുന്നു. അതായത് അടിസ്ഥാന അസ്വസ്ഥതകളും ഭയങ്ങളും ശമിപ്പിക്കാൻ സഹായിക്കുന്നു. രണ്ടാമത്തെ ശബ്ദം ജീസസ് ഇമോഷണൽ റെഗുലേഷൻ, അതായത് വികാരങ്ങളെ സമതുലിതമാക്കാൻ സഹായിക്കുന്നു. മൂന്നാമത്തെ ശബ്ദം ജീസസ് ദ വേ റാഷണൽ ഡിറക്ഷനാണ്, അതായത് ചിന്തയ്ക്ക് ദിശയും അർത്ഥവും നൽകാൻ സഹായിക്കുന്നു. അപ്പോൾ ജീസസ് കേന്ദ്രം, സെന്റർ, ജീസസ് ദ വേ ദിശ, ഡിറക്ഷൻ. അതുകൊണ്ട് ജീസസ് എന്ന ശബ്ദം വെറും ഒരു വാക്കല്ല, ഇത് ഉൾക്കൊള്ളുന്നത് സ്നേഹം, കരുണ, ദയ, രക്ഷ, മാർഗദർശനം. ഈ നാമം ആവർത്തിക്കുമ്പോൾ മനസ്സിൽ ഒരു ഇന്നർ സെന്റർ രൂപപ്പെടുന്നു. പ്രിയമുള്ളവരെ, ഇനി നമ്മൾ ഇതെങ്ങനെയാണ് അഭ്യസിക്കാമെന്ന് നോക്കാം. നമ്മുടെ കൈവശമുള്ള 500 ബീഡ് മാല ശാന്തമായി നമ്മുടെ കയ്യിൽ എടുക്കുക. ഈ മാലയുടെ സഹായത്തോടെ ശബ്ദം, സ്പർശം, ലയം എന്ന 3 ഘടകങ്ങളും ഒരുമിച്ച് ഉപയോഗിച്ച് എങ്ങനെ ശ്രദ്ധയെ നിലനിർത്താം എന്ന് നമുക്ക് കാണാം. ഈ പ്രക്രിയയെ ബീഡ് ഡ്രൈവിംഗ് എന്ന് പറയുന്നു. ബീഡ് ഡ്രൈവിംഗ് 2 രീതികളിൽ ചെയ്യാം. ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ്, 2 റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ്. ഇവ രണ്ടും ചേർന്ന് നിങ്ങളുടെ മുഴുവൻ നാഡീ വ്യവസ്ഥയെ സജീവമാക്കുന്ന ഒരു സമഗ്ര അഭ്യാസമായി മാറുന്നു. ആദ്യമായി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആരംഭിക്കാം. വലത് കൈയിൽ മാല സ്ഥിരമായി പിടിക്കുക. ഇടത് കൈയിലെ വിരലുകൾ ഉപയോഗിച്ച് മാലയിലെ ആദ്യത്തെ ബീഡ് സാവധാനം സ്പർശിക്കുക. ആ സ്പർശം ഒരു തുടക്കമാണ്, ഒരു അവബോധത്തിൻ്റെ വിളി. തുടർന്ന് മനസ്സിൻ്റെ ആഴത്തിൽ മൃദുവായി ഉച്ചരിക്കുക, ജീസസ് 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 ദ വേ. ഓരോ ബീഡിനും ഒരേ ആവർത്തനം. ഇത്
രണ്ട് വ്യത്യസ്ത കാര്യങ്ങളല്ല. ബീഡ്, സ്പർശം. ശബ്ദം, സേക്രഡ് വേർഡ്, ജീസസ്, ജീസസ്, ജീസസ് ദ വേ. ഇവ രണ്ടും ഒന്നായി പ്രവർത്തിക്കണം. എങ്ങനെ? ഓരോ ബീഡും സ്പർശിക്കുമ്പോൾ ജീസസ്, ജീസസ്, ജീസസ് ദ വേ, ഇത് ഒരേ ലയത്തിൽ തുടരുക. കയ്യിൽ സ്പർശം നടക്കുന്നു, മനസ്സിൽ ശബ്ദം നടക്കുന്നു. ഇവ രണ്ടും ഒരേ ലയത്തിൽ ഒന്നിക്കുന്നു. ഇവിടെ ശരീരവും മനസ്സും വേറെയല്ല, ഒരേ പ്രവാഹത്തിലേക്ക് പ്രവേശിക്കുന്നു. വേഗമല്ല പ്രധാനപ്പെട്ടത്, ലയമാണ് പ്രധാനപ്പെട്ടത്. മൃദുവായ ചലനവും സ്ഥിരമായ ആവർത്തനവും ഒന്നിച്ചു ചേരുമ്പോൾ മനസ്സ് ക്രമേണ ലയത്തിൽ ലയിക്കുന്നു. തുടർന്ന് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ചെയ്യുക. ഇപ്പോൾ ഇടത് കൈയിലെ മാല പിടിച്ച് വലത് കൈ ഉപയോഗിച്ച് ബീഡ്സ് നീക്കുക. ഈ മാറ്റം മസ്തിഷ്കത്തിൻ്റെ രണ്ട് ഭാഗങ്ങളെയും സജീവമാക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിംഗ്, റൈറ്റ് ഹെമിസ്ഫിയർ ആക്ടിവേഷൻ. റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ്, ലെഫ്റ്റ് ഹെമിസ്ഫിയർ ആക്ടിവേഷൻ. ഒരു ഭാഗം അനുഭവിക്കുന്നു, മറ്റൊരു ഭാഗം മനസ്സിലാക്കുന്നു. ഇവ രണ്ടും ചേർന്ന് മനസ്സിനെ ഏകീകരണത്തിലേക്ക് നയിക്കുന്നു. 499 ബീഡ്സ് പൂർത്തിയായ ശേഷം 500ാമത്തെ ബീഡ് എത്തുമ്പോൾ ഒരു നിർണായക ഘട്ടം ആരംഭിക്കുന്നു. ഇവിടെ ചലനം, ശബ്ദം നിർത്തുന്നു. ഇതൊരു സേക്രഡ് പോസാണ്. ഈ ഇടവേളയിൽ ഒന്നും ചെയ്യേണ്ടതില്ല, ഒന്നും ചിന്തിക്കേണ്ടതില്ല. ബോധത്തോടെ നിലനിൽക്കുക മാത്രം. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1 മിനിറ്റ് സൈലൻസ്. 2 റൗണ്ട് കഴിഞ്ഞാൽ 2 മിനിറ്റ് സൈലൻസ്. ഇതാണ് STR ധ്യാനത്തിൻ്റെ ആന്തരിക ഘടന. സ്നേഹമുള്ളവരെ, STR മെഡിറ്റേഷൻ ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, ഇതൊരു ആന്തരിക യാത്രയാണ്. പല ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയിലേക്ക്, ശബ്ദത്തിൽ നിന്ന് നിശബ്ദതയിലേക്ക്, ശ്രമത്തിൽ നിന്ന് സാന്നിധ്യത്തിലേക്ക് നയിക്കുന്ന ഒരു ലളിതമായ അഭ്യാസം. ഈ 500 ബീഡ് മാല നിങ്ങളുടെ ശരീരത്തെ നയിക്കുന്നു. ജീസസ്, ജീസസ്, ജീസസ് ദ വേ എന്ന മെന്റൽ ഡിവൈസ് എന്ന ശബ്ദം നിങ്ങളുടെ മനസ്സിനെ നയിക്കുന്നു. ഇതിലെ ലയം, റിഥം, ഇവ രണ്ടിനെയും ഒരുമിപ്പിക്കുന്നു. ലളിതമായി പറഞ്ഞാൽ ഒരു ബീഡ്, ഒരു ശബ്ദം, ഒരു ലയം. ഇതാണ് STR ധ്യാനത്തിൻ്റെ ഹൃദയം. STR മെഡിറ്റേഷൻ ഒരു സാധാരണ പ്രാർത്ഥനയോ മതാചാരമോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയും മസ്തിഷ്കത്തെയും ശാന്തമാക്കാൻ സഹായിക്കുന്ന ഒരു ലളിതവും ക്രമബദ്ധവുമായ ധ്യാന രീതിയാണ്. ഈ രീതിയുടെ വിശദമായ ശാസ്ത്രീയ വിശദീകരണങ്ങൾ നാം പിന്നീട് പഠിക്കും. അടുത്ത ഭാഗത്തിൽ STR ധ്യാനത്തിൻ്റെ 3 പ്രധാന ഘടകങ്ങളെ കൂടുതൽ ലളിതമായി നോക്കാം. നന്ദി.